ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ മൾട്ടി പ്രോസസ് സിങ്ക്രണൈസേഷൻ പ്രോബ്ലമാണ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ സെയിം ടൈമിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിങ്ക്രണൈസേഷൻ പ്രോബ്ലമാണിത്. അപ്പോൾ ഈ രണ്ട് ടീമും, അതായത് പ്രൊഡ്യൂസർ എന്ന് ചെയ്യുന്ന പ്രോസസ്സായാലും ശരി, അതല്ല കൺസ്യൂമിങ് ചെയ്യുന്ന ആ പ്രോസസ്സായാലും ശരി, അവർ ഒരേ സമയത്ത് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കും, കൺസ്യൂമർ ഉണ്ടായിരിക്കും. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസിങ് സം ഐറ്റംസ്. ഇതിനകത്ത് പ്രോസസ്സർ എന്താ ചെയ്യുന്നത്? സം ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ കൺസ്യൂമർ ഈ ഐറ്റംസിനെയൊക്കെ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെയൊക്കെ കൺസ്യൂമർ കൺസ്യൂം ചെയ്യും. ദ സെയിം മെമ്മറി ബഫർ ഷെയർഡ് ബൈ ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇതിനകത്ത് പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, സെയിം മെമ്മറി ബഫർ ആയിരിക്കും ഈ പ്രൊഡ്യൂസറും കൺസ്യൂമറും യൂസ് ചെയ്യുന്നത്. അതിനൊരു ഫിക്സ്ഡ് സൈസുമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ചിലപ്പോൾ അത് ഫുള്ളാവാനുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറും കൺസ്യൂമറും ചെയ്യുന്ന ഡ്യൂട്ടി രണ്ടാണെങ്കിലും രണ്ടുപേരും സെയിം മെമ്മറി ഷെയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദ ടാസ്ക് ഓഫ് പ്രൊഡ്യൂസർ ഇസ് ടു പ്രൊഡ്യൂസ് ദ ഐറ്റം പുട്ട് ഇൻ ടു മെമ്മറി ബഫർ. ഇവിടെ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? അവരെന്തോ ടാസ്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മെമ്മറി ബഫറിൽ അത് കീപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അടുത്ത ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മെമ്മറി ബഫറിലേക്ക് അത് കൊടുക്കും, പിന്നെ നെക്സ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? ഈ മെമ്മറി ബഫറിലുള്ള ഐറ്റംസ് എന്തെങ്കിലും കൺസ്യൂം ചെയ്തിട്ട് അവരുടെ ടാസ്ക് പെർഫോം ചെയ്യും. ദ പ്രൊഡ്യൂസർ ഷുഡ് പ്രൊഡ്യൂസ് ഡാറ്റ ഓൺലി വെൻ ദ ബഫർ ഈസ് നോട്ട് ഫുൾ. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രൊഡ്യൂസർക്ക് ബഫർ ഫുൾ അല്ലെങ്കിൽ മാത്രമേ ഡാറ്റ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ല, ചില ടൈമിൽ ഇനി മെമ്മറി ബഫർ ഫുള്ളായി കഴിഞ്ഞാലോ ദ പ്രൊഡ്യൂസർ ഇസ് നോട്ട് അലൗഡ് ടു സ്റ്റോർ ഇനി ഡാറ്റ ഇൻ ടു ദ മെമ്മറി ബഫർ. പിന്നെ അതൊരു ഫിക്സ്ഡ് സൈസാണ് നമ്മുടെ മെമ്മറി ബഫറിന്. അതുകൊണ്ട് തന്നെ മെമ്മറി ബഫർ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർക്ക് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. ഡാറ്റ ക്യാൻ ഓൺലി ബി കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ ഈഫ് ആൻഡ് ഓൺലി ഈഫ് മെമ്മറി ബഫർ ഇസ് നോട്ട് എംപ്റ്റി. അതേപോലെ തന്നെ കൺസ്യൂമറിൻ്റെ കേസ് നോക്കുമ്പോഴോ അവരിങ്ങനെ ഡാറ്റ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെമ്മറി ബഫറിൽ ഡാറ്റ ഇല്ല എങ്കിൽ അത് എംപ്റ്റി ആവാൻ പാടില്ല. എംപ്റ്റി ആയി കഴിഞ്ഞാൽ എങ്ങനെ അത് കൺസ്യൂം ചെയ്യുക? അപ്പോൾ അവിടെയും സ്റ്റാർവേഷൻ ഇഷ്യൂ വരും. ഇൻ കേസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ബഫർ ഈസ് എംപ്റ്റി, ദ കൺസ്യൂമർ ഇസ് നോട്ട് അലൗഡ് ടു യൂസ് എനി ഡാറ്റ ഫ്രം മെമ്മറി ബഫർ. അപ്പോൾ എന്താണ് അതിനകത്ത് എംപ്റ്റി ആണെങ്കിൽ, മെമ്മറി ബഫർ എംപ്റ്റി ആണെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡാറ്റ കൺസ്യൂം ചെയ്യാനൊന്നും പറ്റില്ല. ആക്സസിങ് മെമ്മറി ബഫർ ഷുഡ് നോട്ട് ബി അലൗഡ് ടു പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ അറ്റ് ദ സെയിം ടൈം. അതേപോലെ തന്നെ ഈ മെമ്മറി ബഫർ പ്രൊഡ്യൂസർക്കും കൺസ്യൂമർക്കും സെയിം ടൈമിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആക്സസിങ്ങും പോസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മളുടെ ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തിനകത്തുള്ളത്. മെമ്മറി ബഫർ ഫുള്ളാകാൻ പാടില്ല, എംപ്റ്റി ആകാൻ പാടില്ല, അതേപോലെ തന്നെ ആക്സസിങ് ഒരേ ടൈമിൽ കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള റേസ് കണ്ടീഷൻ, അതേപോലെ പിന്നെ എന്താണ് സ്റ്റാർവേഷൻ, ഡെഡ്ലോക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഈ ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ച സെമാഫേഴ്സ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ദ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ക്യാൻ ബി റിസോൾവ് യൂസിങ് സെമാഫേഴ്സ്. ദ കോഡ് ഫോർ ദ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ പ്രോസസ് ആസ് ഗിവൺ ബിലോ. എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം പ്രൊഡ്യൂസർ പ്രോസസ്സിൻ്റെ കേസാണ് എടുക്കുന്നത്. ദ കോഡ് ദാറ്റ് ഡിഫൈൻ ദ പ്രൊഡ്യൂസർ പ്രോസസ് ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്രീൻഷോട്ടാക്കി വേറെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന പ്രൊഡ്യൂസർ സൈഡിൽ നടക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ഐറ്റം ചെയ്യും, പിന്നെ വെയിറ്റ് ബ്രാക്കറ്റിൽ എംപ്റ്റി കൊടുക്കും, വെയിറ്റ് മ്യൂടെക്സ് കൊടുക്കും, പുട്ട് ഐറ്റം ടു ദ ബഫറിലേക്ക് ഐറ്റം ഇട്ട് കൊടുക്കും, പിന്നെ സിഗ്നൽ മ്യൂടെക്സ് സിഗ്നൽ ഫുൾ വൈൽ. അതായത് ഇതിനകത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെയാണല്ലോ നമ്മൾ ആ കോമൺ ആയിട്ടുള്ള ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ വെയിറ്റ് യൂസ് ചെയ്യുന്നത്. ഈ വെയിറ്റ് എന്താ നമ്മൾ ചെയ്തിരുന്നത്? സെമാഫേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. വെയിറ്റിനകത്ത് എന്താണ്? ഓരോ ചാൻസ് കഴിയുമ്പോഴും ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ വരും അവരുടെ ആ കൗണ്ട്. അങ്ങനെ കൗണ്ട് ഡിക്രീസ് ചെയ്ത് 0 ആകുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എത്താൻ കഴിയും. ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുട്ട് ഐറ്റം ഇൻ ബഫറാണ്. അപ്പോൾ അതിനകത്തേക്ക് ഡിക്രീസ് ചെയ്ത് അതിനകത്ത് എത്താൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് പ്രോസസ്സ്, ആ പ്രോസസ്സിങ് അവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവരുടെ ആ കൗണ്ട് എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെയും അവരെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കിടന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്യുമല്ലോ, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സിഗ്നൽ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി അവർ എക്സിറ്റ് ആവും. അപ്പോൾ എൻട്രി കോഡും എക്സിറ്റ് കോഡും നമ്മളിവിടെ എന്ത് ചെയ്യാണ്? സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഈ കോഡിൽ ഈ അപ്പോൾ കോഡാണ്. അപ്പോൾ ഈ കോഡ് നിങ്ങൾ എഴുതുമ്പോൾ ഇത് എഴുതണമെന്നില്ല. ഞാനത് പിന്നെ ഇങ്ങനെ ഓർഡറിൽ കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇട്ടുതരാമെന്ന് കരുതി. ഓക്കെ, സെയിം തന്നെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ആ ഒരു അലൈൻമെൻറ്റിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ.
ഇതിനകത്ത് മ്യൂടെക്സും ഉണ്ട്, എം ടി ഉണ്ട്, ഫുള്ളും ഉണ്ട്. ഇത് മൂന്നാണ് സെമാഫേഴ്സ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ മ്യൂടെക്സിനെ നമ്മൾ 1 ആയിട്ട് ആദ്യം സെറ്റ് ചെയ്യും, പിന്നെ എം ടിനെ നമ്മൾ n ആയിട്ട് സെറ്റ് ചെയ്യും, പിന്നെ ഫുള്ളിനെ നമ്മൾ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. നമ്മളുടെ മ്യൂടെക്സിനെ നമ്മൾ 1 ആക്കിയിട്ട്, ഇവിടെ മ്യൂടെക്സിനെ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ എം ടിനെ നമ്മൾ n ആക്കി സെറ്റ് ചെയ്യും. കാരണം ആദ്യം 5 or 6 ഏതെങ്കിലും നമ്പർ ആയിരിക്കും, പിന്നെ ഓരോ ടൈമിൽ ഡിക്രിമെൻറ്റ് ചെയ്ത് വന്നിട്ടല്ലേ 0ക്ക് എത്തുക. അതേപോലെ തന്നെ ഫുള്ളിനെ നമ്മൾ 0 ആക്കിയാണ് സെറ്റ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഇന്നലെ 2 ടൈപ്പ് സെമാഫേഴ്സ് പഠിച്ചു, ബൈനറി സെമാഫറും കൗണ്ട് സെമാഫറും. അപ്പോൾ ഏത് ടൈപ്പ് സെമാഫറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൗണ്ട് സെമാഫറാണ് ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുന്നതെങ്കിലാണ് n വരിക, കാരണം എത്ര നമ്പേഴ്സ് നമുക്ക് അവിടെ കൗണ്ടായിട്ട് കൊടുക്കാം. പകരം നമ്മൾ ബൈനറി സെമാഫർ ആണെങ്കിൽ 0യും 1ഉം മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എം ടി n ആക്കി സെറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ടൈമിൽ വെയിറ്റിംഗ് ഇങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ ഡിക്രീസ് ചെയ്ത് 0യിൽ എത്തിക്കോളും. അതേപോലെ ഫുള്ളിൻ്റെ നമ്മൾ 0 ആക്കി കൊടുക്കുന്നതിനാണ് നമ്മളത് ഓരോ ടൈമിൽ പ്രോസസ്സ് കഴിയുമ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഈ സെമാഫേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ദ മ്യൂടെക്സ് സെമാഫർ എൻഷുവേഴ്സ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇതിനകത്തുള്ള ഈ മ്യൂടെക്സ് സെമാഫറാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യുന്നത്. ദ എം ടി ആൻഡ് ഫുൾ സെമാഫർ കൗണ്ട് ദ നമ്പർ ഓഫ് എം ടി ആൻഡ് ഫുൾ സ്പേസസ് ഇൻ ദ ബഫർ. ഇതിനകത്തുള്ള എം ടിയും ഫുള്ളും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമാഫേഴ്സാണ്. ഇതിനകത്തുള്ള ബഫറിൻ്റെ സ്പേസസ് എത്രയാണെന്നൊക്കെ നമുക്കത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം എം ടി ഓരോ ടൈമിൽ ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫുള്ളാതിനനുസരിച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സ്പേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദ ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് വെയിറ്റ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എം ടി. നമ്മളുടെ എന്ത് ചെയ്യും, ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ 1 by 1 ആയിട്ട് ഡിക്രീസ് ചെയ്ത് വരും. അതല്ല അപ്പോൾ ഫസ്റ്റ് ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അയാളുടെ എന്താവും, എം ടി ആവും. ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി എം ടി സ്പേസ് ഇൻ ദ ബഫർ ഹാസ് ഡിക്രീസ്ഡ് ബൈ 1. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മളുടെ എന്താണ്, എം ടി സ്പേസ് ഒന്ന് ഡിക്രീസ് ചെയ്തു. Then wait operation is carried out on mutex so that consumer process does not interfere. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മ്യൂടെക്സിൽ ആ ഓപ്പറേഷനാണ് നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ കൺസ്യൂമർ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ആഫ്റ്റർ ദ ഐറ്റം പുട്ട് ഇൻ ദ ബഫർ സിഗ്നൽ ഓപ്പറേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ദ മ്യൂടെക്സ് ആൻഡ് ഫുൾ. ദ ഫോമർ ഇൻഡിക്കേറ്റ് ദാറ്റ് കൺസ്യൂമർ പ്രോസസ് ക്യാൻ നോ ആക്ട് ആൻഡ് ലേറ്റർ ഷോസ് ദ ബഫർ ഇസ് ഫുൾ ബൈ 1. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സിഗ്നലിലേക്ക് വരും. അവിടെ മ്യൂടെക്സും ഫുള്ളുമാണ് ഉണ്ടായിരിക്കുക. അവിടെ നമ്മളുടെ ബഫറിന് എന്താ നടക്കുക, ഫുള്ള് 1 ആയിട്ടൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മളുടെ കൺസ്യൂമർ പ്രോസസ്സ്, കൺസ്യൂമർ സൈഡിൽ എന്താ നടക്കുന്നത്, ഇതേപോലെ തന്നെ വെയിറ്റും സിഗ്നലൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ദ കോഡ് ദാറ്റ് ഡിഫൈൻ കൺസ്യൂമർ പ്രോസസ് ഈസ് ഗിവൺ ബിലോ. എങ്ങനെയാണ് കൺസ്യൂമർ പ്രോസസ്സ് ചെയ്യുന്നത്, ഇതിനകത്ത് വെയിറ്റ് ഉണ്ട്, അവിടെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് വേരിയബിളായിട്ട്, പിന്നെ വെയിറ്റ് മ്യൂടെക്സ് കൊടുത്തിട്ടുണ്ട്, റിമൂവ് ഐറ്റം ഫ്രം ദി ബഫർ, പിന്നെ സിഗ്നൽ മ്യൂടെക്സ്, സിഗ്നൽ എം ടി, കൺസ്യൂം ഐറ്റം. മറ്റേതിൽ തന്നെ ചെറിയൊരു മാറ്റം ഉണ്ട്. പകരം ഇവിടെ പ്രൊഡ്യൂസാണ്, ഇവിടെ കൺസ്യൂമാണ്, അവിടെ പ്രൊഡ്യൂസ് ആയിരുന്നു. അതേപോലെ തന്നെ ഫുള്ളിലും എം ടിയിലുള്ള ഒരു എക്സ്ചേഞ്ചിങ് നടന്നിട്ടുണ്ട്. അവിടേക്ക് ദ വെയിറ്റ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ദ ഫുൾ. വെയിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഫുള്ളിലായിരിക്കും. ദിസ് ഇൻഡിക്കേറ്റ് ദ ഐറ്റം ഇൻ ദ ബഫർ ഹാവ് ഡിക്രീസ്ഡ് ബൈ 1. കാരണം നേരത്തെ നമ്മൾ എം ടിയിലല്ലേ ചെയ്തത്. കാരണം എന്താണ്, നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, മെമ്മറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കൺസ്യൂമറിൽ ഫുള്ള് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേയുള്ള ഡാറ്റയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമോ, ഡിക്രീസ്ഡ് ബൈ 1 ആയി മാറും. ദെൻ വെയിറ്റ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ മ്യൂടെക്സ് സോ ദാറ്റ് പ്രൊഡ്യൂസർ കനോട്ട് ഇൻ്റർഫിയർ. പിന്നെ നമ്മൾ ഈ മ്യൂടെക്സ് വെച്ചിട്ട് നമ്മൾ മ്യൂടെക്സ് 1 ആണല്ലോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക്, കൺസ്യൂമറാണ് ആ ടൈമിൽ നടക്കുക, വേറൊരാൾക്ക് അവിടെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ദെൻ ദ ഐറ്റം ഈസ് റിമൂവ് ഫ്രം ദി ബഫർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഐറ്റം മെമ്മറിയിൽ നിന്ന് ബഫറിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കൺസ്യൂമർ അത് കൺസ്യൂം ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സിഗ്നൽ ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ ദ മ്യൂടെക്സ് ആൻഡ് എം ടി. അതിന് ശേഷം എന്ത് നടക്കും, നമ്മുടെ സിഗ്നൽ ഓപ്പറേഷൻ നടക്കും. ദ ഫോമർ ഇൻഡിക്കേറ്റ് ദ കൺസ്യൂമർ പ്രോസസ് കാൻ നോ ആക്ട് ഓൺ ദ ലേറ്റർ ഷോസ് ദാറ്റ് ദ എം ടി സ്പേസ് ബഫർ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ എന്ത് ചെയ്തു, എം ടി ആയി കിടക്കുന്ന ഏരിയ എന്തായി, അത് ഇൻക്രീസ്ഡ് ബൈ 1 ആയി. അതായത് നമ്മൾ സെമാഫറിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്താ, അതന്നെ കറക്റ്റായിട്ട് ഇവിടെ നടക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത് ഈ കോഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം, നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.